ആരാധന 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 യേശുവേ നന്ദി മഹത്വം 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 ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ പ്രവർത്തനങ്ങൾ 9:15. അപ്പോസ്തല പ്രവർത്തനം 9:15. കർത്താവ് അവനോട് പറഞ്ഞു നീ പോവുക വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എന്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. അപ്പൊ ഈ കണ്ടെയ്നറിൽ തിരഞ്ഞെടുക്കണത് എന്താണ്? ഈ സൗമ്യത, സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം. അതിൽ എന്താണ് വഹിക്കേണ്ടത്? ക്രിസ്തുവിൻ്റെ നാമമാണ് വഹിക്കേണ്ടത്. അതിന് നമ്മൾ കൃപയെന്ന് പറയും. കൃപയുടെ തൽഭവമോ തത്സമമോ ആണ് ക്രിസ്തുവിൻ്റെ ദ നെയിം ഓഫ് ജീസസ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത്, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ, യേശുക്രിസ്തു നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. അപ്പം നാമമാണ് ക്രിസ്തു. കൈമാറ്റത്തിന് കർത്താവ് നിന്നെ ഒരു വിശ്വാസി എന്ന് പ്രേക്ഷിതമായിട്ട് ഉയർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നിനക്ക് വേണ്ടത് കർത്താവിൻ്റെ നാമമാണ് വേണ്ടത്. അപ്പം നീ പ്രാർത്ഥിക്കേണ്ട ഇതാണ്, ഉടമ്പടിയിലൂടെ പ്രാർത്ഥിച്ച കർത്താവേ ഉടമ്പടിയിലൂടെ വിശുദ്ധ പൗലോസിനെ പോലെ അങ്ങയുടെ നാമം വഹിക്കുന്ന പാത്രമാകാൻ എനിക്ക് മോശയെ പോലെ സൗമ്യതയും സ്നേഹവും ക്ഷമയും എളിമയും ആത്മസംയമനവും നൽകണമേ. പരമദിവ്യകാരുണ്യത്തിന് നിങ്ങൾ വചനം കേൾക്കണം, വചനത്തെ സ്നേഹിക്കണം. അപ്പോൾ ഉടമ്പടി താനെ. നിങ്ങൾ ഉടമ്പടി വെച്ച നിയോഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. അത് ചിന്തിക്കേണ്ടത് ആരാണ്? അത് കർത്താവാണ്. നമ്മൾ അവയവങ്ങളല്ലേ. തലയാരാ? പണ്ടേ ഊംബ്രാണ്ടെന്നും പറഞ്ഞൊരു വലിയ ഇവാഞ്ചലിസ്റ്റ് ഉണ്ടായിരുന്നു. ഊംബ്രാണ്ടിൻ്റെ മകനാണ് മൈക്കിൾ ഊംബ്രാണ്ട്. മൈക്കിൾ ഊംബ്രാണ്ട് പയ്യനായിരുന്ന സമയത്ത് ഊംബ്രാണ്ട് 14 കൊല്ലം കമ്മ്യൂണിസ്റ്റ് തടവറ ജീവിച്ച ആളാണ്. അപ്പോൾ ഞാൻ ഊംബ്രാണ്ടിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. ഞാനത് 77. അപ്പോൾ അദ്ദേഹം അന്ന് പ്രസംഗിച്ചത്, അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മകൻ മൈക്കിൾ ഊംബ്രാണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പപ്പ എനിക്ക് ബോറടിക്കണമെന്ന് പറഞ്ഞു. പപ്പ എനിക്ക് ബോറടിക്കണേ. അപ്പോൾ അവന് അന്ന് 9 വയസ്സേ പറ്റേ ഉള്ളൂ. അപ്പോൾ അവന് അങ്ങ് പറയാനുള്ള കഴിവുണ്ട് അവന്. അപ്പോൾ പറഞ്ഞ്, നീ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കും മോനെ എന്ന് പറഞ്ഞ്, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞ്. അപ്പോൾ ഊംബ്രാണ്ടിൻ്റെ മകൻ മൈക്കിൾ ഊംബ്രാണ്ട്, റിച്ചാർഡ് ഊംബ്രാണ്ടിൻ്റെ മകൻ മൈക്കിൾ ഊംബ്രാണ്ട് പയ്യൻ പറഞ്ഞ്, ദൈവം വലിയ ആളല്ലേ, ഈ വലിയ ആളെ എൻ്റെ കൊച്ചു തല കൊണ്ട് ഞാൻ എങ്ങനെ ചിന്തിക്കാനാണെന്ന് ചോദിച്ചു. അതാണ് അവൻ ചോദിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ തല കൊണ്ട് എന്നെക്കൊണ്ട് ചിന്തിക്കട്ടെ എന്ന്. അവൻ കൊച്ചാണെങ്കിലും അവൻ പറയണ കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. കാരണം അവൻ ദൈവത്തെക്കുറിച്ച് നല്ല ബോധമുണ്ട് അവന്. അപ്പോൾ ദൈവം തലയാണ്, അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് തലയാണെന്ന്. അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ?
ഉടമ്പടി നിയോഗങ്ങൾ നിറവേറ്റേണ്ടത് ദൈവത്തിൻ്റെ വലിയ തല കൊണ്ട് ദൈവം ചിന്തിച്ചോളും. നമ്മുടെ ചിന്ത വരേണ്ടവൻ ആവശ്യമില്ല. ഉടമ്പടി നിയോഗം ജോലി, വീട്, വിവാഹം, നിൻ്റെ പഠനങ്ങൾ, നിൻ്റെ ജീവിത പങ്കാളി, അതിനെക്കുറിച്ച് നീ ഇനി തലയെ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അതെന്താണ്? നീ അത് ഏൽപ്പിച്ചു. വലിയ തലക്ക് ചിന്തിക്കാൻ കൊടുത്തിരിക്കുകയാണ്. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അളവില്ലാതെ 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 നിറയണമേ. കൈയടിച്ചോട് സന്തോഷത്തോടെ. അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ,